വയനാട് DCC ട്രഷററുടെയും മകന്റെയും മരണത്തിലെ ദുരൂഹത നീക്കാൻ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങി പോലീസ്. പാർട്ടിക്ക് ഉള്ളിലോ പുറത്തോ പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ല എന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക് നിയമന വിവാദത്തിന് മരണവുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വയനാട് DCC ട്രഷറർ NM വിജയനെയും മകൻ ജിജീഷിനെയും വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം. ജീവനൊടുക്കാനായി വിജയനെയും മകനെയും പ്രേരിപ്പിച്ച കാരണങ്ങളിൽ ഒരു വ്യക്തതയും ഇല്ല എന്ന് T. സിദ്ദിഖ് MLA പറഞ്ഞു. വിജയേട്ടൻ കോൺഗ്രസിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മുഖമായിരുന്നു. നല്ല പ്രവർത്തകനാണ്. ഈ അവസാനം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നല്ല ഉത്തരവാദിത്തം നിർവഹിക്കുകയും അതിനുശേഷം പഞ്ചായത്ത് ഡീലിമിറ്റേഷൻ പ്രോസസ്സിൽ വരെ വളരെ സജീവമായി ഇടപെട്ട് പോയ ഒരു പൊതുപ്രവർത്തകനാണ്. അതിനിടയിൽ ഇങ്ങനെയൊരു മരണത്തിന്റെ കാരണത്തിലേക്ക് ഒരു രീതിയിലുള്ളതായിരിക്കുന്ന വിവരങ്ങളും പാർട്ടിയുടെ നേതൃതലത്തിലോ ഞങ്ങൾക്കാർക്കോ വ്യക്തിപരമായോ ഞങ്ങൾക്കാർക്കും ലഭ്യമായിട്ടില്ല. വല്ലാത്ത വേദനിക്കുന്ന ഒരു മരണമാണ്, വിഷമകരമായിട്ടുള്ള ഒരു മരണമാണ്. അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം ഇല്ലാത്തതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. വ്യക്തിപരമായിട്ടുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും എന്തെങ്കിലും ഉണ്ടായോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം പറയാം. സ്വാഭാവികമായും എന്താണ് മരണത്തിന്റെ കാരണം എന്നുള്ളത് സ്വാഭാവികമായി എല്ലാവരും തേടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തേടൽ ഞങ്ങളെല്ലാവരും നടത്തും, അത്രേ ഉള്ളൂ. മറ്റ് ഒരു കാരണവും വിജയേട്ടന്റെ ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട ഞങ്ങളുടെ ആരോടും ഇതിന്റെ ഒരു വിഷമമോ പ്രയാസമോ, എല്ലാവരുമായിട്ട് നല്ല ഹൃദ്യമായി ബന്ധമുള്ള ആളാണ് വിജയേട്ടൻ. ചിലപ്പോ സ്വകാര്യമായിട്ടുള്ള വിഷമങ്ങൾ ചിലര് പുറത്തു പറയാതെ സഹിക്കും, ക്ഷമിക്കും. അങ്ങനെ വല്ലതും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പം എന്തായാലും ശരി, ഈ മരണം വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. ഒരു കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ നേതാവ് എന്ന രീതിയിൽ വിജയേട്ടന്റെ മരണം താങ്ങാവുന്നതിലും അപ്പുറമാണ്. മകനും കൂടെ അതിൽ അദ്ദേഹത്തിന്റെ കൂടെ മരിച്ചു എന്നുള്ളത് വല്ലാത്ത ആഘാതമുണ്ടാക്കുന്ന ഒന്നാണ്. സ്വകാര്യമായിട്ടുള്ള വല്ല വിഷമങ്ങളും ഉണ്ടായോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു വിവരങ്ങളും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അല്ല, ഒരു പരാതി ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു വിവരങ്ങളും അങ്ങനെയുള്ള ഒരു വിവരങ്ങളും ഇല്ല. സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സംബന്ധിച്ചതായ ഒരു വിവരങ്ങളൊന്നും ഞങ്ങളോട് ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഒരാളോടും ഷെയർ ചെയ്യാത്തതായിരിക്കുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനൊക്കില്ലല്ലോ. അങ്ങനെ ഒരു സഹകരണ മേഖലയെ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളോ വിഷമങ്ങളോ അതല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളോ പല രീതിയിലുള്ള കാര്യങ്ങളും മരണത്തിന് ശേഷം ആളുകൾ പറയാം. പക്ഷേ ഇതിന്റെ ഒരു കാര്യവും ഞങ്ങൾക്കാർക്കും ഒരു വിവരവും അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടിയിട്ടില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഇരുവരും വിഷം ഉള്ളിൽ ചെന്നാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇരുവരും ചികിത്സയിലായിരുന്നു. ഈ ചികിത്സയിലിരുന്ന ഘട്ടത്തിൽ പോലും എന്താണ് ഇതിന് കാരണമായത് എന്നത് സംബന്ധിച്ച് ഒരു വിവരങ്ങളും പുറത്തു വന്നിരുന്നില്ല. മകന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ചികിത്സയുണ്ടായിരുന്നു എന്നത് മാത്രമാണല്ലോ പുറത്തു വന്നിട്ടുള്ള വിവരം. അതും ഒരു മരണകാരണത്തിലേക്ക് അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാനുള്ള ഒരു കാരണമായി ആരും വിലയിരുത്തുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്നതിന്റെ സൂചനയെങ്കിലും ആർക്കെങ്കിലും പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? അഭിലാഷ്, വയനാട്ടിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായ നേതാക്കളിൽ ഒരാളായിരുന്നു NM വിജയൻ. അദ്ദേഹം വളരെ വർഷങ്ങളായി തന്നെ കോൺഗ്രസിലെ സജീവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ആൾ, ഒപ്പം സഹകാരി നിരവധി സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആൾ എന്ന രീതിയിലൊക്കെ വളരെ പ്രഗത്ഭനാണ്. വളരെ പക്വമതിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ആൾ ആയിരുന്നു അദ്ദേഹമെന്നാണ് പാർട്ടി പ്രവർത്തകർ ഒന്നടങ്കം പറയുന്നത്. മരണശേഷം, അതായത് മകനുമൊത്താണ് മരണം തെരഞ്ഞെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. ചൊവ്വാഴ്ചയായിരുന്നു ആ സംഭവം ഉണ്ടായത്. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ പുരോഗമിക്കുന്നതിനിടെ അദ്ദേഹം മരണത്തിൽ ഇന്നലെ വൈകുന്നേരം കീഴടങ്ങിയായിരുന്നു. മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വയനാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വൈകുന്നേരം 5 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ
നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മരണത്തെക്കുറിച്ചൊരു വ്യക്തമായ ചിത്രം പാർട്ടിക്ക് ലഭ്യമല്ല, അല്ലെങ്കിൽ വ്യക്തിപരമായി പോലും ലഭ്യമല്ല എന്നാണ് ടി സിദ്ദിഖ് MLA പോസ്റ്റ്മോർട്ടം നടക്കുന്ന ആശുപത്രിയിൽ എത്തിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ പലർക്കും ഈ പൊതുജീവിതത്തിനപ്പുറം വ്യക്തിപരമായ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ടാവാം. അവർ പക്ഷേ ചിരിച്ച മുഖത്തോടെ വരുമ്പോഴും ഈ കാര്യങ്ങൾ പുറത്ത് ആരോടും പങ്കുവെക്കാറില്ല. അത്തരം എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങളായിരിക്കുമോ ഈ മരണത്തിന് പിന്നിലെന്ന സംശയമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുക്കാനുള്ള പരിശോധനകൾ നടത്തിയെങ്കിലും അങ്ങനെ ഒരു ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിട്ടില്ല. ഒപ്പം ആശുപത്രിയിലും മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞത് അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ഒരു സൂചന ഇക്കാര്യത്തിലില്ല. പക്ഷേ ഈ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ, ഇളയ മകനാണ് മരിച്ചത്. മറ്റൊരു മകൻ കൂടിയുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ രാവിലെ എത്തിയിരുന്നു. അവിടെ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് തനിക്ക് ചില കാര്യങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അത് അച്ഛന്റെയും സഹോദരന്റെയും സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം വയനാട്ടിൽ വെച്ച് അത് പറയും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 5 മണിയോടുകൂടിയാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. സംസ്കാരത്തിന് ശേഷം മാധ്യമങ്ങളെ കാണും, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് അദ്ദേഹം പറയുക, അല്ലെങ്കിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ അനാവരണം ചെയ്യാൻ പര്യാപ്തമായ എന്തെങ്കിലും വിവരങ്ങളാണോ അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും വരിക എന്നൊരു ആകാംക്ഷ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇന്നിപ്പോൾ ടി സിദ്ദിഖിനോട് ചോദിച്ച പോലെ ചില അഭ്യൂഹങ്ങൾ, ചില വിവരങ്ങൾ വയനാട്ടിൽ കറങ്ങുന്നുണ്ട്. കാരണം ഈ വയനാട്ടിലെ സുൽത്താൻ ബത്തേരി സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു നിയമന തട്ടിപ്പ് ആരോപണം 2019 മുതൽ സജീവമായി അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ വയനാട്ട് ബാങ്കിലെ, ഈ സുൽത്താൻ ബത്തേരി ബാങ്കിലെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതോടെ ഈ വിജയൻ അടങ്ങുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സമിതിയെ സഹകരണ വകുപ്പ് ബാങ്കിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നതിനായി ചുമതലപ്പെടുത്തിയിരുന്നു. അന്ന് ചില നിയമനങ്ങൾ അല്ലെങ്കിൽ പുതിയ തസ്തികകൾ ആ ബാങ്കിൽ സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില പരാതികളൊക്കെ, ഈ പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെ ചില പരാതികൾ ഉയർന്നു വന്നിരുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ പിന്നീട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസംഘമാണ് അവിടെ ചുമതലയേറ്റത്. അതോടുകൂടി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആ ഭരണസമിതിക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ആ ബാങ്കിലുള്ള ഒരു തുണ നഷ്ടപ്പെടുകയും അവിടേക്ക് നിയമനമടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. നിരവധി തലങ്ങളിലായിട്ടാണ് ഇത്തരം നിയമനത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തത്. പക്ഷേ ആ ബാങ്കിന്റെ ഭരണ തലവൻ ആയിരുന്ന ആളെന്ന രീതിയിൽ വിജയനോടാണ് ആളുകൾ പലപ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയും അവർ പലപ്പോഴും ഈ കാര്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തിന് പിന്നാലെ നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി സംഭവങ്ങൾ വയനാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ഈ മരണശേഷം നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാവുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായി വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് ഈ കടക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഒപ്പം ഈ മരിച്ച ഈ ജിജീഷ് എന്ന അദ്ദേഹത്തിന്റെ മകൻ ഈ ഭിന്നശേഷിക്കാരനായ ഒരു ആൾ ആയിരുന്നു. ജിജേഷ് എന്ന ആൾ ഒരു ഭിന്നശേഷിക്കാരനായ ആളായിരുന്നു. ഒപ്പം ഒരു അപകടത്തിൽ പരിക്ക് പറ്റി ഈ ശയ്യാവലംബനായി കട്ടിലിൽ തന്നെ കിടന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഒരു വശത്ത് സാമ്പത്തികമായ ചില ഈ പ്രശ്നങ്ങൾ, ബാങ്കുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, മറുവശത്ത് മകന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇത് രണ്ടും ഇദ്ദേഹത്തെ വലിയ തോതിൽ വലച്ചിരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കാനായി സ്ഥലവും വീടുമൊക്കെ വിൽക്കുന്നതിനുള്ള ഒരു ആലോചനകളും ഒരു ഘട്ടത്തിൽ അദ്ദേഹം കൈക്കൊണ്ടിരുന്നു. പക്ഷേ ആ വിൽപ്പനാ ശ്രമവും കാര്യമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ ചേർന്ന് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് ഈ ആൾ കടന്നിരുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. നമ്മൾ അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചിലരെയൊക്കെ ഈ ആശുപത്രി പരിസരത്ത് വെച്ചൊക്കെ കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർ പരസ്യമായി ഈ കാര്യങ്ങൾ മൈക്കിന് മുന്നിൽ പറയാൻ തയ്യാറാവുന്നില്ലെങ്കിലും ചില പ്രശ്നങ്ങൾ ഈ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ചില നേതാക്കളെ പേര് വെച്ച് വർഷങ്ങൾക്ക് മുമ്പ്, 2 വർഷം മുമ്പ് ഒരു കത്ത് ഈ വിജയൻ എഴുതിയിരുന്നു. ആ കത്തൊക്കെ വലിയ ചർച്ചയായി വയനാട്ടിൽ മാറിയിരുന്നു. ഈ ബാങ്കിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കത്തായിരുന്നു. പിന്നീട് നേതൃത്വം ഈ വിജയനുമായും മറ്റ് ഈ ആരോപണ വിധേയനായ നേതാവുമായൊക്കെ ചർച്ച നടത്തുകയും ആ പ്രശ്നങ്ങൾ അന്ന് പറഞ്ഞു പരിഹരിക്കുകയും ചെയ്തിരുന്നു എന്നും അറിയാം. തീർച്ചയായും അവിടെ അനീഷ് ഉണ്ടാകുന്ന ഒരു സംശയം, അനീഷ് സൂചിപ്പിച്ചതുപോലെ മറ്റൊരു മകനുണ്ട്, ആ മകനാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത്. നമുക്കറിയാമല്ലോ ഇപ്പോൾ രാഷ്ട്രീയമായി ഒക്കെ പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിലൂടെ, ഈ രാഷ്ട്രീയത്തിൽ തന്നെ ചിലരോട് താല്പര്യമുള്ളവരുണ്ടാകാം, ചിലരോട് വിയോജിപ്പുകൾ ഉള്ളവരുണ്ടാകാം, അങ്ങനെയൊക്കെയാണല്ലോ പലപ്പോഴും വിവരങ്ങൾ പുറത്തു വരികയൊക്കെ ചെയ്യുന്നത്. രാഷ്ട്രീയമായി ഇപ്പോൾ ഒരു ജനകീയനായ നേതാവ് എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. അദ്ദേഹം ത്രിതല പഞ്ചായത്തുമൊക്കെയായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുകയും അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശവാസികൾക്ക് രാഷ്ട്രീയ ഭേദമന്യേ സ്വീകാരനായിരുന്ന
നേതാവ് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ഒരു പ്രശ്നത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നുണ്ട് ടി സിദ്ദിഖിനെ പോലെയുള്ളവർ. രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ചേരിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഏതെങ്കിലും വ്യക്തികളിൽ നിന്നൊക്കെ അത് പുറത്തറിയേണ്ടതല്ലേ? തീർച്ചയായും അങ്ങനെ പുറത്തറിയും. ഒരുപക്ഷെ മകൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പോലും നമുക്ക് ഇപ്പോഴും അറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നത് ഈ സുൽത്താൻ ബത്തേരി സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട നിയമന വിവാദത്തിൽ തന്നെയാണ്. അത് പാർട്ടി ഈ പൂർണ്ണമായും സ്വാധീനത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ബാങ്കാണ്. പക്ഷേ അവിടെ നടന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും, അതായത് ഈ സാമ്പത്തികമായി അടക്കം നൽകിയെന്നൊക്കെയുള്ള ചില ആക്ഷേപങ്ങൾ ഒക്കെ ഉയർന്നിരുന്നു. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏൽക്കേണ്ടി വന്നത് ഒരുപക്ഷെ ഈ NM വിജയൻ എന്ന ജില്ലാ ട്രഷറർ കൂടി അയാളാണ്. അദ്ദേഹത്തെ വലിയ വിശ്വാസമായിരുന്നു ആളുകൾക്ക്. അത്തരത്തിലൊരു ജനങ്ങൾ അർപ്പിച്ച അല്ലെങ്കിൽ ഈ സഹകാരികൾ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ പറ്റിയില്ല എന്നൊരു ഒരു ബുദ്ധിമുട്ടുകൂടി അദ്ദേഹത്തിനുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം 2019 ഈ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട ഈ തസ്തിക രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനുശേഷം BJP ഭരണസമിതി ഭരണത്തിൽ കയറുന്നു. 5 വർഷം കഴിഞ്ഞു ഇപ്പോൾ. അപ്പോഴും ഈ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള ഒരു അടുപ്പം സൂക്ഷിക്കാൻ ഈ കോൺഗ്രസിനും വിജയനും ഒന്നും കഴിയാത്തൊരു സാഹചര്യം. അതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ വഷളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട ഉൾപ്പെട്ട അപേക്ഷാർത്ഥികൾ അല്ലെങ്കിൽ അന്ന് ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയ ആളുകൾ പലരും വീട്ടിലൊക്കെ നേരിട്ട് ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ ആ കാര്യങ്ങൾ നീക്കിയിരുന്നു. അക്കാര്യങ്ങളൊക്കെ ആളും ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കടുത്ത തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് അറിയുന്നത്. ഇത് അദ്ദേഹം ഒറ്റയ്ക്ക് മാത്രം ഇടപെട്ട കാര്യങ്ങളല്ല, അദ്ദേഹം മാത്രമായിരുന്നില്ല ബാങ്കിന്റെ ഭരണ സാരഥ്യത്തിൽ ഉണ്ടായിരുന്നതും. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വ്യക്തത വേണം. ഒരുപക്ഷെ മകൻ എന്തൊക്കെ കാര്യങ്ങൾ പറയുമെന്ന് നമുക്കിന്ന് കാത്തിരിക്കാം. ഒപ്പം പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നമുക്ക് പോലും പൂർണ്ണമായും ഈ ഒരു ആരോപണത്തെക്കുറിച്ച് പുറത്തേക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കുമെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന് ഈ ബാങ്കിലെ നിയമന വിവാദം ഒരു കാരണമായിട്ടുണ്ടോ? ആരൊക്കെയാണ് ഈ നിയമന വിവാദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? എത്ര വ്യാപ്തിയുള്ള ഒരു വിവാദമാണ് ഇത് എന്നതൊക്കെ വിശദമായി തന്നെ പരിശോധിക്കും എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അഭിലാഷ്, തീർച്ചയായും 1970 മുതൽ ബത്തേരിയിലും അതോടൊപ്പം തന്നെ വയനാട്ടിലെയും ഒക്കെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവമായിട്ടുള്ള ആൾ കൂടിയായിരുന്നു. കോൺഗ്രസിന്റെ ബത്തേരി മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തിച്ച ആളാണ്. DCC അംഗമായിരുന്നു. ജനറൽ സെക്രട്ടറി, ജില്ലാ ട്രഷറർ എന്നീ സ്ഥാനങ്ങൾ ഒക്കെ വഹിച്ചതാണ്. ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, നഗരസഭാ കൗൺസിലർ, ബത്തേരി സഹകരണ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ. ഒപ്പം അനീഷ, ഒരു കാര്യം കൂടി, ഇപ്പോൾ പലരും, അതായത് ഈ മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ പലരും സൂചിപ്പിച്ചു വന്നു, ഇത്രയും പ്രായം ചെന്ന ഒരു നേതാവ് കൂടിയാണ്. ഇങ്ങനെ ഒരു ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ എന്തിന് സ്വയം ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നു എന്ന ചോദ്യം കൂടി പലരും ചോദിക്കുന്നുണ്ട്. അതിനും വ്യക്തതയില്ല എന്നാണല്ലോ. ഇത്രയും പ്രായമായ ഒരാൾ എന്തിന് ആത്മഹത്യ ചെയ്തു, അതും മകനോടൊപ്പം എന്നത് അടക്കം സംശയം ബലപ്പെടുത്തുകയല്ലേ? തീർച്ചയായും ഈ പ്രായം ഉള്ള അല്ലെങ്കിൽ മുതിർന്ന ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു മാർഗം തെരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ. കാരണം ഒരുപാട് ആളുകൾ വിശ്വസിച്ച് അദ്ദേഹത്തെ ഈ ബാങ്കിന്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരം നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തെ കൂടി വിശ്വസിച്ചാണ് കാര്യങ്ങൾ അവർ മുന്നോട്ട് നീക്കിയത്. പക്ഷേ ആ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഇതിന് പിന്നിൽ നിന്ന ആളുകൾ എപ്പോഴും ഈ അദ്ദേഹത്തോടാണ് ചോദിക്കാനുള്ളത്. മറ്റ് നേതാക്കൾ ആരും ഇത്തരം കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അവർ വിസമ്മതിക്കുന്ന ഘട്ടത്തിലും ഇദ്ദേഹത്തെ വിശ്വസിച്ചാണ്. ഈ അഭിലാഷ് സൂചിപ്പിച്ചത് ദീർഘമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് ഉള്ളത്. അദ്ദേഹം എല്ലാവർക്കും സുസമ്മതനായ ജനസമ്മതനായ ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് ഈ ആളുകളോട് ഈ വിവാദവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആളുകളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ട ചുമതല അദ്ദേഹത്തിന് മേൽ തന്നെയാവുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാവുന്നു. കുറച്ചു പേർക്കൊക്കെ ചില രീതിയിലുള്ള ഒത്തുതീർപ്പുകൾ ഇതിനിടയ്ക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണ ഒരു ഒത്തുതീർപ്പിലേക്ക് ഈ വിഷയം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ വീട് വിൽക്കാനുള്ള ശ്രമം പരാജയപ്പെടുന്നു. അങ്ങനെയും പണം സ്വരൂപിക്കാൻ ശ്രമം നടത്തുമ്പോൾ അതും വിജയിക്കുന്നില്ല. ഇത്തരത്തിൽ ഏറ്റവും ഒടുവിൽ
മരണം തിരഞ്ഞെടുക്കാൻ ആലോചിക്കുമ്പോൾ പോലും മകനെ തനിച്ചാക്കി ഇനി പോകേണ്ട കാര്യം മകൻ ശാരീരികമായ അവശതകളുള്ളവരാണ്, ശയ്യാവലംബനായി കഴിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു ബാധ്യത കൂടി മറ്റു സഹോദരന്റെ ചുമലിലേക്ക് വെക്കേണ്ട എന്നൊരു തീരുമാനം എടുത്തിരിക്കാം. ഇതായിരിക്കും മകനെ കൂടി ചേർത്തുള്ള യാത്ര അദ്ദേഹം തിരഞ്ഞെടുക്കാൻ കാരണമായിരിക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത വരും മണിക്കൂറുകളിൽ, ഈ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വ്യക്തത കൈവരും. ഒപ്പം പോലീസ് അന്വേഷണത്തിലും ഈ നിയമന വിവാദം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും എന്താണ് ഈ മരണത്തിന് പിന്നിൽ എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിന് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്രയും പ്രായം ചെന്ന ഒരു നേതാവ് എന്തിന് ആത്മഹത്യ ചെയ്തു എന്നതിൻ്റെ സൂചനകളൊന്നും തന്നെ ഇപ്പോൾ പുറത്തുവരുന്നില്ല. ചില അഭ്യൂഹങ്ങൾ മാത്രമാണ് ഇപ്പോഴും ബാക്കിയായിട്ടുള്ളത്.